ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ആക്സിഡന്റൽ അസാസിന്റെ ചാപ്റ്റർ 8 ആണ് നോക്കാൻ പോകുന്നത്. ഇതിന്റെ മുമ്പത്തെ ചാപ്റ്റേഴ്സ് ഒന്നും കാണാത്തവര് അത് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തോ. ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഭാഗത്തിൽ തന്നെ ഫിയന്ന അസോസിയേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ റോൺ നിൽക്കുന്ന സീനുമായിട്ടാണ് തുടങ്ങുന്നത്. കൃത്യം 6 മണിക്ക് ബോണിയോട് അവിടെ എത്താൻ പറഞ്ഞതാണ്. പക്ഷെ ബോണി അവിടെ എത്തുന്നത് 6:02-നാണ്. ഓടിക്കെതച്ച് അവിടെ എത്തുന്ന അവളോട് നീ എന്താ ലേറ്റ് ആയെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവള് പറയുന്നുണ്ട് ആകെ 2 മിനിറ്റ് അല്ലേ ലേറ്റ് ആയുള്ളൂന്ന്. ലേറ്റ് ആയ 2-3 മിനിറ്റ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ കറക്റ്റ് 6 മണിക്ക് ഇവിടെ എത്താൻ പറഞ്ഞതാണ്. അതിന്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോയാൽ ലേറ്റ് ആയിട്ടേ കണക്കാക്കൂ. എനിക്ക് എന്റെ കൂടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യനിഷ്ഠത വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന ടൈമിൽ നീ ഇവിടെ എത്തിക്കൊള്ളണം. ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അവൻ അവളെടുത്ത് പറയുന്നുണ്ട്. ഓക്കെ സർ, ഇവനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായല്ലോ എന്ന എക്സ്പ്രഷനിൽ അവള് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് എവിടെയാ പോവണ്ടേ? അവൾ അവനോട് ചോദിച്ചു. ഇന്ന് നമുക്ക് ആർമറിയിൽ പോകണം. അവിടുന്ന് നിനക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും വെപ്പൺസും എടുത്തിട്ട് വേണം മിഷന്റെ സ്ഥലത്തേക്ക് പോവാൻ. അവൻ ഇതൊക്കെ നല്ല ഗൗരവത്തോടെയാണ് അവളെടുത്ത് പറയുന്നത്. ആർമറിയിൽ എത്തിയ അവളെ കണ്ണ് തള്ളിപ്പോയി. അത്രത്തോളം തോക്കുകളും കത്തികളും എന്തൊക്കെയോ വെപ്പൺസ് അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടു നിന്ന് കണ്ണ് തള്ളിപ്പോയ അവളെടുത്ത് അവിടുത്തെ വെപ്പൺ മാസ്റ്റർ വരുന്നുണ്ട്. ഒരു വീൽ ചെയറിലാണ് ആ സ്ത്രീ വരുന്നത്. ഒരു കാലിന്റെ പകുതി അറ്റ് പോയിട്ടുണ്ട്. എന്തോ മിഷനിൽ പോയിട്ട് അറ്റ് പോയതാവാം. ആ സ്ത്രീ ആദ്യം തന്നെ അവൾക്ക് വേണ്ടിയിട്ടുള്ള യൂണിഫോം കൊടുത്തിട്ട് അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇത് കറക്റ്റ് ഫിറ്റ് ആണോ എന്ന് നോക്കിയിട്ട് വരാൻ പറയുന്നുണ്ട്. അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകുന്ന ടൈമിലാണ് റോണ് വെപ്പൺ മാസ്റ്ററിന്റെ അടുത്ത് അവൾക്ക് വേണ്ടിയിട്ടുള്ള വെപ്പൺസിനെ പറ്റിയിട്ട് ചോദിക്കുന്നത്. പക്ഷെ ഒരു കാരണവശാലും ഒരു സീനിയർ ഓഫീസർ ഇല്ലാതെ ഒരു വെപ്പൺ കിറ്റ് കൈമാറാൻ പാടില്ല എന്ന് അവർ അറിയിക്കുന്നുണ്ട്. ഇനിയിപ്പൊ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കുന്ന റോണിന്റെ അടുത്തേക്ക് പെട്ടെന്ന് സർപ്രൈസ് എൻട്രി ആയിട്ട് ക്ലെയർ വരുന്നുണ്ട്. നമ്മളുടെ ക്ലെയർ ഒരു സീനിയർ ഓഫീസർ ആണല്ലോ. അവൾ വന്നതും നമ്മളുടെ വെപ്പൺ മാസ്റ്ററിന്റെ അടുത്ത് പറയുന്നുണ്ട് നമ്മളുടെ ബോണിക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് കിറ്റ് മതിയെന്ന്. വെപ്പൺ മാസ്റ്റർ ഇത് കേട്ടതും അതെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ക്ലെയർ റോണിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തായി, ഇന്നത്തെ മിഷന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആണോ എന്ന്. പ്രിപ്പയർഡോ? എന്താ ക്ലെയർ നീ ചോദിക്കുന്നത്? നിനക്കെന്നെ അറിയില്ലേ ഇവൾക്ക് ഇതൊന്നും പറ്റിയ ജോബല്ല. ഇവിടെയും റോണ് ബോണിയെ വല്ലാതെ താഴ്ത്തി പറയുന്നുണ്ട്. അവൾക്ക് ഇപ്പോഴും ഇതിന്റെ സീരിയസ്നെസ് ഒന്നും മനസ്സിലായിട്ടില്ല. വെറുതെ ബോറടിച്ചിരിക്കുന്ന ഒരു ഓഫീസ് ജോബിന്റെ ഇടയിൽ ഒരു ത്രില്ലർ ജോബ്, അത് മാത്രമാണ് അവൾക്ക് ഇതിപ്പോ. എന്താ റോൺ, നീ അവളെ പറ്റിട്ട് വെറീഡാണോ? ക്ലെയർ വെറുതെ കളിയാക്കി ചോദിക്കുന്നുണ്ട്. വെറീഡോ? ഞാൻ വെറീഡൊന്നുമല്ല. എന്തായാലും അവളുടെ മീതെ ഒരു കണ്ണിന് വേണ്ടിയിട്ടല്ലേ എന്നെ അവളുടെ പാർട്ട്ണർ ആക്കിയിട്ടുള്ളത്. അതെ, അവളുടെ മേലെ ഒരു കണ്ണ് വേണം. അവൾ ഓൾറെഡി ഒരു അസാസിൻ കണ്ടതാണ്. അപ്പൊ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അവൾ നമ്മളെ കൂടെ കൂട്ടുക എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ഇത് നിനക്കും ഉള്ളൊരു ടെസ്റ്റിംഗ് ആണ്. ആദ്യമൊക്കെ തമാശയിലാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ക്ലെയർ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ടാണ് പറയുന്നത്. എനിക്കെന്ത് ടെസ്റ്റിംഗ്? തിരിച്ച് റോൺ ചോദിക്കുന്നുണ്ട്. നീ ആരെ കൂടെയും പാർട്ട്ണറായിട്ട് പോകുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് വരുന്നുണ്ട്. എനിക്കങ്ങനെ പാർട്ട്ണറിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഒരാൾ മതി ഒരു കേസ് പോയിട്ട് റെഡിയാക്കി വരാൻ. അത് ചിലപ്പോൾ ശരിയാവും. പക്ഷെ നമ്മളുടെ ഫിയനയിലെ കാര്യങ്ങൾ അങ്ങനെയല്ല. എല്ലാവരും പാർട്ട്ണറായിട്ടാണ് പോവാറുള്ളത്. സോ ഇത് ബോണിയെ വാച്ച് ചെയ്യാൻ മാത്രമുള്ള മിഷനല്ല, നിന്നും കൂടി വാച്ച് ചെയ്യാനുള്ള ഒരു മിഷൻ കൂടിയാണ്. അവരിതൊക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഇടയിൽ ബോണി നമ്മുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരുന്നുണ്ട്. ഡ്രസ്സ് കറക്റ്റ് ഫിറ്റ് ആണ്, വേറെ സൈസ് നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൾ സീനിലേക്ക് കയറി വരുന്നത്. ഈ ടൈമിൽ തന്നെ നമ്മളുടെ വെപ്പൺ മാസ്റ്റർ സ്റ്റാൻഡേർഡ് കിറ്റുമായിട്ട് വരുന്നുണ്ട്. അതിലൊരു തോക്ക്, കത്തി, അങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡ് ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ. എക്സ്പേർട്ട് ലെവൽ ഫീൽഡ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ പ്രൊവൈഡഡ് അല്ല. ആ കിറ്റ് വന്നതും അതിലെ തോക്കാണ് അവൾ ആദ്യമായിട്ട് തന്നെ എടുത്തു നോക്കുന്നത്. ഈ ടൈമിലാണ് ബോണിയുടെ അടുത്ത് വന്നിട്ട് റോൺ പറയുന്നത് നമ്മൾ ഇതുവരെ തോക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും ട്രെയിനിങ് ചെയ്തിട്ടില്ല എന്ന്. തോക്കിന്റെ കാര്യമൊന്നും നീ എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം തോക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള സ്കില്ലൊക്കെ എന്റെ കയ്യിലുണ്ട് എന്ന് അവള് പറയുന്നുണ്ട്. നിനക്ക് എങ്ങനെ തോക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാ? ആരാ നിന്നെ പഠിപ്പിച്ചത്? ഇതിന് റിപ്ലൈ ആയിട്ട് എന്റെ അച്ഛനാണ് ഇതൊക്കെ എന്നെ പഠിപ്പിച്ചത്. അച്ഛനാണ് എന്നെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പഠിപ്പിച്ചതെന്ന് അവൾ പറയുന്നുണ്ട്. നിന്റെ അച്ഛൻ എന്താ ആർമിയിലായിരുന്നോ? ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം കൊടുക്കാതെ നമ്മളുടെ ബോണി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ക്ലെയർ പിന്നെ ഈ സീനിലേക്ക് വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇന്നത്തെ മിഷന് പോയി കണ്ടാൽ മതി, അതിൽ ഇൻവോൾവ് ആവണ്ട, എങ്ങനെയാണ് ഇവര് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഒബ്സർവ് ചെയ്താൽ മതി എന്ന് അവരുടെ അടുത്ത് പറയുന്നുണ്ട്. ഓൾസോ കളക്ട് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം എവിഡൻസ് കളക്ട് ചെയ്തോ. ഇന്ന് രാത്രി മിസ്റ്റർ ആഡംസും ഒരു ഫോറിൻ കമ്പനിയുമായിട്ട് എന്തൊക്കെയോ ഡീലിങ്സ് നടക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. സോ മാക്സിമം എവിഡൻസ് ഉണ്ടെങ്കിൽ അയാളെ പൂട്ടാൻ ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. സോ ബെസ്റ്റ് ഓഫ് ലക്ക് ടു ബോത്ത് ഓഫ് യു. നിങ്ങൾ എന്നെ ഡിസപ്പോയിന്റ് ചെയ്യില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു.
ആ പാലത്തിന്റെ അപ്പുറത്ത് നിന്നിട്ടാണ് ഡീൽ ഉറപ്പിക്കാൻ പോകുന്നത് എന്നാണ് കേൾക്കുന്നത്. ഞാനും കാരിയും അതിന്റെ നേരെ മുകളിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞിട്ട് ലിയാം പോകുന്നുണ്ട്. നമ്മളിവിടെ നിന്ന് വാച്ച് ചെയ്താൽ മതിയോ? ഇത്ര ദൂരത്തുനിന്നോ? ബോണി ആകെ ഡിസപ്പോയിന്റഡ് ആയിട്ട് പറയുന്നുണ്ട്. അവൾ എന്തൊക്കെയോ വലിയ മിഷനൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ടായിരുന്നു വന്നത്. യെസ്, നമുക്കിന്ന് പ്രത്യേകിച്ച് ഡ്യൂട്ടി ഒന്നുമില്ല, ഇവിടെ നിന്നിട്ട് ഒബ്സർവ് ചെയ്യുക, അതാണ് നമ്മൾക്ക് തന്ന ടാസ്ക്. റോണും വലിയ എക്സ്പ്രഷനൊന്നും ഇല്ലാതെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 35 മിനിറ്റ് ഒരു പണിയും ഇല്ലാതെ അവർ കുന്തം വിഴുങ്ങിയ പോലെ അവിടെ നിൽക്കാണ്. എനിക്ക് ബോറടിക്കുന്നു. ഇവരെങ്ങാനും ഇന്നിവിടെ ഡീലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വരുമോ? ഈ ന്യൂസൊക്കെ ഫേക്കാണോ? ശരിക്കും ഇവരൊക്കെ ഇന്ന് വരുമോ? എനിക്ക് നാളെ രാവിലെ നീച്ചിട്ട് വർക്കിന് പോവാനുള്ളതാ. ശരി, നീ ഇവിടെ നിൽക്ക്, ഞാൻ ലിയാമും കാര്യം എന്താ ചെയ്യുന്നതെന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ നിന്നാ മതിയേ, ഇവിടുന്ന് ഒരു അടി അനങ്ങാൻ നീ പാടില്ല. അങ്ങനെ നല്ലൊരു വാർണിംഗ് ഒക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മളുടെ റോണ് പാലത്തിന്റെ അപ്പുറത്തേക്ക് പോകുന്നത്. ബി വിജിലന്റ്, എന്ത് വേണമെങ്കിലും നടക്കാം, അതുകൊണ്ട് പഴം വിഴുങ്ങിയ പോലെ ഇവിടെ നിൽക്കണ്ട. അങ്ങനെ ബോഡി ഒറ്റക്കാക്കിയിട്ട് നമ്മളുടെ റോൺ അവിടുന്ന് പോവാണ്. പക്ഷെ നമ്മളുടെ റോഡ് പറഞ്ഞ പോലെ ഒരു സ്ഥലത്തൊന്നും അടങ്ങി ഇവൾക്ക് ഇരിക്കാൻ പറ്റില്ല. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ എങ്ങോട്ടോ നടന്നു പോയി അവസാനം അവൾ ഒരൊറ്റപ്പെട്ട സ്ഥലത്ത് എത്തുക.